ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. 4 മുട്ടയും 5 രൂപയുടെ ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ കഴിച്ചാൽ മതി വരാത്ത ഒരു കിഡിലൻ പുഡിങ് തയ്യാറാക്കിയെടുക്കാം. എങ്ങനെയാണെന്നല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഈ 5 രൂപയുടെ ഒരു കവർ ബ്രൂവിൻ്റെ ഒരു കവർ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അപ്പോൾ അത് നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരൽപ്പം ഏകദേശം 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഏതാണ്ട് 5 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഏകദേശം ഒരു ക്രീമിൻ്റെ പരുവത്തിൽ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു വശത്തേക്ക് മാറ്റിയിട്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു 4 മുട്ട, അത് നമ്മൾ ഓൾറെഡി പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ മുട്ട ഈ കാണുന്നത് പോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് ഇത് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്ന കോഫിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ വിട്ടുപോയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിരുന്നില്ല. നേരത്തെ കോഫിയിലേക്ക് ചേർത്ത് കൊടുത്തത് കൂടാതെ നമുക്ക് ഈ മുട്ടയിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണമായിരുന്നു. അത് നമുക്ക് ഈ അവസരത്തിൽ ഇതോടൊപ്പം ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. എന്തായാലും ഈ ഒരു അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ മധുരമൊന്നും ഉണ്ടാവില്ല, ഏകദേശം ഒരു മീഡിയം അത്രത്തോളം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരല്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് ഒരു മോൾഡ് എടുത്തിട്ട് അതിനുള്ളിലായിട്ട് ഒരല്പം എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് നമ്മുടെ ഈ ഒരു മുട്ടയും കോഫി മിക്സും അടങ്ങിയ മിശ്രിതം ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്രയും ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഒരു അടിക്കട്ടിയുള്ള പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് അടുപ്പത്തേക്ക് വയ്ക്കുക. വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴേക്കും അതിനുള്ളിലായിട്ട് ഒരു റിങ് വെച്ച് കൊടുത്തിട്ട് അതിന് മേലെ ഈ മോൾഡ് വെച്ച് കൊടുത്ത് പാത്രം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി സംശയമുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഈർക്കിലോ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കിയാൽ മതിയാവും. അപ്പോൾ ഈ പറഞ്ഞ 10 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഈ പുഡിങ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതിലെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറി വരുമ്പോഴേക്കും ഫ്രീസറിൽ ഒരു 30 മിനിറ്റോളം വയ്ക്കുക. ഇവിടെ ഈ കാണുന്നത് ഈ പറഞ്ഞ 30 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ച് പുറത്തെടുത്തിട്ടുള്ള പുഡിങ്ങാണ്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം. അതിന് മുൻപായിട്ട് ഇതിൻ്റെ വശങ്ങളൊക്കെ ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ച് വരഞ്ഞു കൊടുക്കുക. ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കിഡിലൻ പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം തണുപ്പിച്ചതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. കാരണം തണുപ്പിച്ചെടുത്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലായിട്ട് കിട്ടുക. പിന്നെ കോഫിയിലും മുട്ടയിലുമായി നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയുടെ അളവ് 2.5 ടേബിൾ സ്പൂണാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം വേണമെന്നാണെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ എന്നതിന് പകരം 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.